വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് വീക്കിലി ചാർട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വീക്കിലി ചാർട്ടിൽ അനാലിസിസ് ചെയ്തതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് പോവാം. വീക്കിലി ചാർട്ട് എടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വീക്ക് എൻഡ് ആണ്. അപ്പൊ ഇന്നത്തെ ക്യാൻഡിലിന്റെ ഒരു ക്ലോസിംഗ് എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വീക്കിലി ചാർട്ട് എടുത്തിരിക്കുന്നത്. വീക്കിലിയിൽ നോക്കുകയാണെങ്കിൽ തന്നെ വളരെ കൃത്യമാണ്. മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു പ്രൈസ് ആക്ഷൻ തന്നെ ക്ലിയർ ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് ഫുൾ ബാക്ക് ഒക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കൺസോളേഷൻ ആണ്. കൺസോളേഷൻ നിന്നിട്ടുണ്ടെങ്കിൽ പോലും മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് തന്നെ പോകാനുള്ള ശ്രമമാണ്. അത് ഓൾ ടൈം ഹൈ അതിനെ ബ്രേക്ക് ചെയ്യുന്നു തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും വീക്കിലിയിൽ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്യാനുണ്ട്. ഒന്നാമത് മാർക്ക് ചെയ്യുന്നത് സപ്പോർട്ട് ഏരിയ ആണ്. പിന്നെ മാർക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ഏരിയ ആണ്. റെസിസ്റ്റൻസ് ഏരിയ ഓൾ ടൈം ഹൈനെ എടുത്തിട്ട് ആ ഒരു ക്യാൻഡിലേക്ക് മൊത്തം എടുക്കുന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ആഴ്ച മാർക്കറ്റ് അവിടേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലുമായിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. പക്ഷെ എന്നാലും അവിടുന്ന് ഒരു റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. ഒരു ക്ലിയർ ആയിട്ടുള്ള റിജക്ഷൻ ആയിട്ടില്ല, റിയാക്ഷൻ ആണ് കാണിക്കുന്നത്. എന്തായാലും ഇന്ന് എങ്ങനെ ക്ലോസ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. അതിനു മുന്നേ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇന്ന് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ ഉണ്ടായിരിക്കാമെന്നാണ്. കാരണം ഒരു ഫുൾ ബാക്ക്, ക്ലിയർ ആയിട്ടുള്ള ഫുൾ ബാക്ക്, മൈനർ ഫുൾ ബാക്ക് തന്നിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് വന്നു മാർക്കറ്റ് മുകളിലോട്ട് പോയി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു, താഴത്തേക്ക് ഒരു ഡീപ് ഫുൾ ബാക്ക് തന്നു. ഡീപ് ഫുൾ ബാക്ക് തന്നിട്ട് പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ശ്രമമാണ്. പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയൊരു റിയാക്ഷൻ ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് നമുക്ക് ബൈ സൈഡ് ആണോ സെൽ സൈഡ് ആണോ, അല്ലെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിന്റെ ഗതി എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് തന്നെ പോകണം. അതുകൊണ്ട് ഡേ ചാർട്ടിലോട്ട് പോയിട്ട് ഒന്ന് നോക്കാം നമുക്ക്. അതിനു മുന്നേ പ്രധാനപ്പെട്ട ഒരു ഏരിയയും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഏരിയ ആണ്. പലതവണ മാർക്കറ്റ് ഇവിടെ വന്ന് റിജക്ട് തന്നു, താഴോട്ടേക്ക് ഇറങ്ങിയതാണ്. ഇതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ താഴെയാണ് മാർക്കറ്റ് മിക്ക ദിവസവും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് മുകളിലോട്ട് പോകും, വീണ്ടും താഴോട്ടേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഏരിയനെ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇങ്ങനെയാണ് മാർക്ക് ചെയ്തിടുന്നത്. അപ്പോ ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. തവണയും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ആ ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പല തവണയും ബ്രേക്ക് ചെയ്തിട്ടും അത് താഴോട്ടേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മാർക്ക് ചെയ്യാനുള്ള വീക്കിലിയിലുള്ള ഒരു ഇംബാലൻസ് കാണുന്നുണ്ട്. ഇവിടെ ഈ ഒരു ക്യാൻഡലിന്റെ തൊട്ട് മുകളിൽ ഒരു ഇംബാലൻസ് കാണുന്നുണ്ട്, ഒരു ചെറിയൊരു ഇംബാലൻസ് കാണുന്നുണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീക്കിലിയിലാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് മാർക്ക് ചെയ്യുന്നത്, വീക്കിലിയിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി വൺ ഡേ ചാർട്ടിൽ പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. വൺ ഡേ ചാർട്ടിൽ പോകുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള പ്രീസ് ആക്ഷൻ കാണിക്കുന്നുണ്ട്. കൺസോളേഷന്റെ പീരീഡ് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം, ഈ കൺസോളേഷന്റെ പീരീഡ് ഏറെക്കുറെ കഴിഞ്ഞ് മാർക്കറ്റ് മുകളിലോട്ട് പോയി ബ്രേക്ക് ചെയ്ത് ഡീപ് പുൾ ബാക്ക് എടുത്തു. വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് നേരത്തെ വീക്കിലിയിൽ കാണിച്ച ഒരു ഏരിയ, അതായത് ഈ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസിന്റെ മുകളിൽ പോയിട്ട് ഒരു റെസിസ്റ്റൻസിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോ ഇറങ്ങിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡലിന്റെ ഇതിലാണ്. അപ്പോൾ ഓൾ ടൈം ഹൈയുടെ ക്യാൻഡലിനെ അപ്രോച്ച് ചെയ്തിട്ടാണ്. അപ്പൊ അതിനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് എന്ന് പറയാനുള്ളത് ഈ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡേയിലെ പ്രധാനപ്പെട്ട ഏരിയകൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഏരിയയും കൂടി എന്നുള്ള റെസിസ്റ്റൻസ് വിക്കം സപ്പോർട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഇന്നലെ മാർക്കറ്റ് അതിന്റെ തൊട്ടടുത്ത് വന്നിട്ട് മാർക്കറ്റ് കയറി പോയിട്ടുണ്ട്. അതിന്റെ ഈ ഒരു ഏരിയ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്ത ഏരിയയിൽ തന്നെ ഒരു ഇംബാലൻസ് കൂടിയുണ്ട്, അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഡയല് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാനുള്ളത്. ഡയലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ തന്നെയാണ് നടക്കുന്നത്. മോസ്റ്റ് പ്രോബബിളി ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ന്യൂസിന്റെ ഇമ്പാക്ട് അനുസരിച്ച് ഇന്ന് തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഒരു ഫുൾ ബാക്ക് കൂടി താഴോട്ടേക്ക് വരാം, ഇൻബാലൻസ് എടുക്കാം. ഇൻബാലൻസ് എടുത്തു കഴിഞ്ഞിട്ട് ഇത് സപ്പോർട്ടിലേക്ക് വന്നിട്ട് പോകാം. എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം അതെല്ലാം നോക്കാം. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയുള്ളൂ എന്നുള്ളത് നോക്കാറുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഫ്രാങ്കിൽ CPI വരുന്നുണ്ട്. മന്ത്ലി ആണ് വരുന്നത്. പ്രീവിയസ് 0.0% ആയിരുന്നു, തവണ മൈനസിലേക്കാണ് വരുന്നത്. -0.2% ആണ്. USD വരുന്നത് 6 മണിക്കാണ്. പ്രധാനപ്പെട്ട ന്യൂസുകൾ തന്നെയാണ് USD വരുന്നത്. ആവറേജ് അവർലി ഏർണിങ്സ് വരുന്നുണ്ട്, മന്ത്ലി ന്യൂസ് ആണത്. അതുപോലെ നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വരുന്നുണ്ട്. മൂന്നും വരുന്നത് ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് തന്നെ ട്രേഡ് എടുക്കുക. എന്തായാലും നമുക്ക് അതിന്റെ യൂസ്ഡ് ഇമ്പാക്ട് എന്താണെന്നുള്ളത് നോക്കാം.
യൂഷ്വൽ ഇമ്പാക്ട് ആവറേജ് അവർലി ഏണിംഗ് മന്ത്ലിയുടെ വരുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. കാരണം ഇത് ഡയറക്റ്റ് ഏണിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സമ്പാദ്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സമ്പാദ്യം കൂടുക എന്ന് പറയുന്നത് ഇക്കണോമിക്ക് നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്ന് പറയുന്നത് പ്രീവിയസ്ലി 0.3% ആയിരുന്നു, ഫോർകാസ്റ്റ് 0.3% തന്നെയാണ്. വ്യത്യാസമൊന്നും കാണുന്നില്ല. കൂടുതലാവുകയാണെങ്കിൽ കറൻസി സ്ട്രോങ് ആവും, ഗോൾഡ് വീക്ക് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതൊരു ന്യൂട്രൽ ഫിഗർ ആണ് ഇപ്പൊ തന്നിരിക്കുന്നത്. എന്തായാലും നെക്സ്റ്റ് ന്യൂസ് എന്താണെന്ന് നോക്കാം നമുക്ക്. നെക്സ്റ്റ് ന്യൂസ് വരുന്നത് നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് ആണ്. അതും വരുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. പ്രീവിയസ് അത് വന്നിരിക്കുന്നത് 206K ആണ്, ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് 176K ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കുറവാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ന്യൂസ് വരുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കണം. പ്രീവിയസ് വളരെ ഹൈ ആണ്, ഫോർകാസ്റ്റിനേക്കാളും തൊട്ട് മുകളിലൊരു ഫിഗർ ആണ് വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് 176 അല്ലെങ്കിൽ 177 178 എന്നൊക്കെ കാണുന്ന സമയത്ത് മാർക്കറ്റ് US$ സ്ട്രോങ് ആവുമെന്ന് വിചാരിക്കരുത്. കാരണം പ്രീവിയസുമായിട്ട് വളരെ കുറവായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അടുത്തെങ്കിലും നിങ്ങൾ പ്രീവിയസിന്റെ അടുത്തെങ്കിലും നിന്നാൽ മാത്രമാണ് US$ സ്ട്രോങ് ആവുള്ളൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ പോസിറ്റീവ് ന്യൂസ് വന്നാൽ പോലും USD വീക്ക് ആവും, ഗോൾഡ് സ്ട്രോങ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഇനി വരുന്ന അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട ന്യൂസ് ആണ്. അതിൽ വരുന്നത് പ്രീവിയസ് 4.1% ആണ്, ഫോർകാസ്റ്റ് 4.1% ആണ്. അതും ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. കാരണം അത് തൊഴിലില്ലായ്മയായിട്ട് ബന്ധപ്പെട്ടതാണ്. തൊഴിലില്ലായ്മ കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്ക് നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്ന് വന്നിരിക്കുന്നത് 4.1%-നേക്കാളും താഴെ വന്നിട്ടുണ്ടെങ്കിൽ USD സ്ട്രോങ് ആവും, ഗോൾഡ് വീക്ക് ആയിരിക്കും. നേരെ മറിച്ചാണെങ്കിൽ USD വീക്ക് ആയിരിക്കും, ഗോൾഡ് സ്ട്രോങ് ആയിരിക്കും. എന്തായാലും 6 മണിക്കാണ് ന്യൂസ് വരുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചും കണ്ടും ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ആ ഒരു സമയത്ത് നല്ല വളർച്ചയിലാവാനുള്ള സാധ്യത ഉണ്ട്. ഒരുപക്ഷെ സിംഗിൾ ക്യാൻഡിൽ മൂവ് രണ്ട് സൈഡിലേക്ക് തരാനുള്ള സാധ്യത ഉണ്ട്. ആ ഒരു സമയത്ത് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകാനോ അല്ലെങ്കിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് ജമ്പ് ചെയ്ത് സ്ലിപ്പേജ് കൂടി വലിയ സ്റ്റോപ്പ് ലോസ് ആവാനോ സാധ്യതയുണ്ട്. വലിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക, വാഷ് ഔട്ട് ആവാൻ അത് മതി. അപ്പൊ എല്ലാവരോടും കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് ചാർട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ചാർട്ട് എത്തുന്ന സമയത്ത് മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് പോയി, അവിടെ നിന്ന് റിജക്ഷൻ കിട്ടി, നല്ല റിജക്ഷൻ കിട്ടി താഴോട്ട് വന്നിട്ട് ഇന്നലത്തെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. എന്നാലും 50% വിക്ക് എടുത്തിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. ഒരു സപ്പോർട്ട് ക്ലിയർലി ആയിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. എനിവേ നമുക്കത് 4 ഹവറിലേക്ക് പോവാം. 4 ഹവറിൽ പോകുന്ന സമയത്ത് പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ക്ലിയർലി സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെ ക്ലോസ് ചെയ്യുന്നുള്ളത് നോക്കിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻഡിൽ മൂവ്മെന്റ് ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യാന്നുള്ളത് ശ്രമിക്കാം. ഇനി പ്രധാനപ്പെട്ട ഏരിയകളെല്ലാം ഓൾറെഡി മാർക്ക് ചെയ്തതാണ്, ചാർട്ടിൽ മാർക്ക് ചെയ്താണ്. ഇപ്പൊ നോക്കിയാൽ കാണാം ഇത് റെസിസ്റ്റൻസ് ആണ് കുറവുണ്ട്. അവിടെ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് റിയാക്ഷൻ എടുത്തിട്ടുണ്ട്. അതൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്യാൻഡിൽ നല്ല രീതിയിൽ താഴോട്ടേക്ക് റിജക്ഷൻ കിട്ടിയത്. റിജക്ഷൻ കിട്ടി നല്ല സ്ട്രോങ് ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് പോവാം എന്നുള്ളത് കൊണ്ടാണ്. ഇത് സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത് 1 ഡേ ചാർട്ടിൽ വരച്ചു വെച്ച ഈ ഒരു ഏരിയ ആണ്, ഈ റെസിസ്റ്റൻസ് ഏരിയ ആണ്. ആ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് മാർക്കറ്റ് അടുത്ത് വന്നിട്ടുണ്ട്. എന്തായാലും അവിടെ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കയറി പോയിരിക്കുന്നു. അതിന് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രൈസ് ആക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഷിഫ്റ്റ് ആയത് മുകളിലോട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ആയിട്ടാണ് പോകുന്നത്. മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, 4 ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്യാം. 4 ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയ ഈ റെസിസ്റ്റൻസ് ഏരിയനെ ഒന്ന് നീട്ടി വരയ്ക്കുന്നുണ്ട്. കാരണം അത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആയതുകൊണ്ടാണ്. മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്, ഈ ഒരു ഏരിയയിലാണ് വരയ്ക്കുന്നത്. ഇതിനെ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. ഈ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞത് പ്രീവിയസ്ലി ഉള്ള റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. അത് താഴോട്ടേക്ക് ഇറങ്ങി ഇപ്പൊ സപ്പോർട്ടായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 4 ഹവറിൽ അതിനെ റെസിസ്റ്റൻസ് ഒന്ന് മാറ്റിയിട്ട് സപ്പോർട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ 2 സപ്പോർട്ട് ആയിട്ടുണ്ട്. എഴുതി വെച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ആണെങ്കിൽ അത് റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ടാണ്, അത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്തിടാം. ഓക്കെ, അപ്പൊ അത് കൺഫ്യൂഷൻ മാറിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇംബാലൻസുകളുണ്ട്, കുറവുണ്ട് ഇംബാലൻസുകളുണ്ട്. നോക്കിയാൽ കാണാം ഈ വരച്ചിരിക്കുന്ന ഏരിയയിൽ ഇംബാലൻസ് ഉണ്ട്, ഇവിടെ ചെറിയൊരു ഇംബാലൻസ് ഉണ്ട്. അപ്പൊ ഇതിന് നമ്മൾ കൂട്ടി വരയ്ക്കുന്നുണ്ട്. ഇതിന് രണ്ടും കൂടി ഒരുമിച്ചാണ് കൂട്ടി വരയ്ക്കുന്നത്. ഏറെക്കുറെ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ ഉള്ള ഒരു ഇംബാലൻസിൽ നിന്നാണ് ഇന്നലെ മാർക്കറ്റ് ക്ലിയർ ആയിട്ട് ഇറങ്ങി വന്നത്. നോക്കിയാൽ കാണാം കുറവുണ്ട് ഇംബാലൻസിൽ നിന്നാണ് മാർക്കറ്റ്, അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് ഓൾറെഡി എടുത്തതാണ്. അപ്പൊ ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന ഓൾ ടൈം ഹൈ ആണ്. ഓൾ ടൈം ഹൈയിൽ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്ത് വെക്കുന്നത്. ഓൾറെഡി റെസിസ്റ്റൻസ് ഉണ്ട് അവിടെ, എങ്കിലും ആ ഒരു ഏരിയയിൽ ഒന്നും കൂടി മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 4 ഹവറിൽ മാർക്ക് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള പ്രിസേഷൻ തന്നു. ചിലപ്പോ 1-2 ക്യാൻഡിൽ ഇതിന്റെ ഉള്ളിൽ തന്നെ നിന്ന് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഒരു ബ്രേക്ക് ഔട്ട് വരിക.
ഒരുപക്ഷെ താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് മുകളിലോട്ടൊക്കെ ആയിരിക്കും പോകാനുള്ള സാധ്യത. എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കിയതിനു ശേഷം കൂടുതൽ ഐഡിയക്ക് വേണ്ടി ശ്രമിക്കാം. അതിനുവേണ്ടി 1 അവറിലേക്കാണ് പോകുന്നത്. 1 അവറിൽ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു കൺസോളേഷൻ ഉണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. അതിന് നമ്മൾ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. 1 അവറിൽ റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട് എന്നുള്ള രീതിയിൽ വരച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇത് എടുക്കുന്നുണ്ട്. ഒരു സപ്പോർട്ടായിട്ട് തന്നെ 1 അവറിലും നോട്ട് ചെയ്യുന്നുണ്ട്. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ വരച്ച അതേ ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ കാര്യമായിട്ട് വരയ്ക്കുന്നില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കൃത്യമായിട്ട് നമുക്ക് എങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് കൺസോൾട്ടേഷൻ ആയതുകൊണ്ട്. പക്ഷെ ഇന്ന് ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങി ഇങ്ങോട്ട് എത്തേക്കാം. നേരത്തെ വരച്ച ഈ ഒരു ലെവലിലേക്ക് എത്തിയേക്കാം. കാരണം ഇവിടെ കുറച്ച് ഇംബാലൻസുകളുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്, റീടെസ്റ്റ് ചെയ്യാത്ത സപ്പോർട്ട് ഏരിയ ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇറങ്ങുകയാണെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കുറച്ചു നേരം കൺസോളേഷൻ നടത്തിയിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോവുക. എന്തായാലും നോക്കാം നമുക്ക്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോങ് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റില്ല, ക്ലിയർ ആയിട്ട് ഡയറക്ഷൻ തരാത്തതുകൊണ്ട്. മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഒരുപക്ഷെ തിരിച്ചു മുകളിലോട്ട് കയറുന്ന സമയത്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാറ്റേണും മറ്റും മനസ്സിലാക്കിയതിനു ശേഷമാണ് നമുക്ക് ഒരു എൻട്രി സാധ്യത പറയാൻ പറ്റുള്ളൂ. കാരണം ഒരുപക്ഷെ ഇവിടെ നിന്നിട്ട് തിരിച്ചിറങ്ങി ഇതും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. എത്രത്തോളം എത്തുമെന്നുള്ള കാര്യം ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. എന്തായാലും അതൊക്കെ ന്യൂസ് ടൈമിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി 1 അവറിന്റെ സാധ്യത എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ വന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ എടുത്ത് കിട്ടി കഴിഞ്ഞാൽ, ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ ഇവിടെ വരെ നമുക്ക് ടാർഗറ്റ് വെക്കാം. എന്നിട്ട് കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള വീണ്ടും ഒരു കൺഫർമേഷൻ ബ്രേക്ക്ഔട്ടിന്റെ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്ത ടാർഗറ്റ് ഇവിടേക്ക് വെക്കാം. പിന്നെ വീണ്ടും മുകളിലോട്ട് പോവാം. ഇവിടെ വരുന്ന സമയത്ത് നല്ലൊരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഓൾ ടൈം ഹൈ ആയതുകൊണ്ട്. പക്ഷെ ഇവിടുന്ന് താഴോട്ടേക്ക് ഇറങ്ങി നല്ല രീതിയിൽ ഒരു കൺഫർമേഷൻ കിട്ടി, ഇവിടേക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽസ് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയം, 1 മണിക്കൂറിന്റെ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സിന്റെ സമയത്ത് അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ തന്നതിന് ശേഷം നല്ല രീതിയിൽ ബ്രേക്ക്ഔട്ട് ചെന്നിട്ട് ഒരു 2500 വരെ എത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ബൈ കാണുന്നത്. സെല്ലിന്റെ സാധ്യത ഒന്ന് നോക്കാം. സെല്ലിന്റെ സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരുപക്ഷെ കുറച്ച് മുകളിലോട്ട് പോയിട്ട് ഈ പറഞ്ഞ പോലെ റെസിസ്റ്റൻസിന്റെ ഏരിയയിൽ നിന്ന് അവിടെ നിന്നൊരു കൺഫർമേഷൻ തരാണ്, ലോ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ തരാണ്, വീണ്ടും ഈ സപ്പോർട്ട് ഏരിയയിലേക്ക് തന്നെ എത്താം. ഒരുപക്ഷെ ഉറപ്പില്ലാത്തൊരു ഇതാണത് സപ്പോർട്ട് ഏരിയയിലേക്ക് എത്താമെന്ന് പറയുന്നത്. കാരണം ഓൾറെഡി സപ്പോർട്ട് എടുത്തതാണ്. പക്ഷെ ഒരു മുകളിലോട്ട് പോയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ കിട്ടുകയാണ്, അതായത് റെസിസ്റ്റൻസിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ള റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അത് സംഭവിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ താഴെ ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസ് ഒക്കെ നോക്കണം. അത് നോക്കിയതിനു ശേഷം എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ട് സെൽ എൻട്രി എടുക്കാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ എടുക്കാം. പക്ഷെ അവിടെ എടുക്കുന്ന സമയത്ത് നമുക്ക് വെക്കേണ്ട ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ ഒരു ഏരിയ ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നതാണ് സപ്പോർട്ടിലേക്ക്. കാരണം ഇതൊരു കൺസോളേഷൻ നടന്നതുകൊണ്ട് ഒരുപക്ഷെ ഇവിടുന്ന് ബ്രേക്ക് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഈ ഒരു ഏരിയ തന്നെ ആയിരിക്കണം. ഒരു ഇംബാലൻസ്, ഇന്നലെ എടുത്ത ഇംബാലൻസ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ മുകളിലോട്ട് പോയിട്ട് ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ നിന്ന് നമുക്ക് ഒരു എൻട്രി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സപ്പോർട്ട് എടുക്കാൻ വേണ്ടി താഴോട്ടേക്ക് വരും. പക്ഷെ ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വരികയാണെങ്കിൽ, സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽ വരികയാണെങ്കിൽ ഇവിടേക്ക് എത്തണമെന്നില്ല. ഈ ഒരു ഏരിയയിലേക്കൊക്കെ വന്നിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോവുക. എന്തായാലും നമുക്ക് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയെങ്കിൽ ലൈവിൽ തന്നെ ഇരുന്ന് നോക്കണം. എന്നും പറയുന്നത് പോലെ തന്നെ ലൈവിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വ്യൂ കിട്ടുള്ളൂ. അങ്ങനെയായി നമുക്ക് എൻട്രി പോയിന്റുകൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് ഒന്നുകൂടി നോക്കാം. 50 മിനിറ്റ്സിലോട്ടൊക്കെ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് സ്ട്രക്ചറിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്നുണ്ട്, ഈ റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ബ്രേക്ക് ആവാതെ നമുക്കൊരു എൻട്രി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ 50 മിനിറ്റ്സിൽ കാര്യമായിട്ടുള്ള ഒരു വ്യൂ തരുന്നില്ല എങ്ങോട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുള്ളത്. പക്ഷെ ഓവറോൾ നോക്കുകയാണെങ്കിൽ തന്നെ മുകളിലോട്ട് തന്നെയാണ് കാണുന്നത്. എന്തായാലും നമുക്കൊരു കൺഫർമേഷൻ കിട്ടട്ടെ. കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം നോക്കാം. പിന്നെ മറ്റൊന്ന് 50 മിനിറ്റ്സിലോട്ട് മനസ്സിലാക്കാനുള്ള പ്രൈസ് ആക്ഷൻ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കിയാൽ കാണാം മുകളിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുള്ളതാണ്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ കാണാം എന്താണ് ഇവിടെ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ആണ് മുകളിലോട്ട് പോകുന്നത്. ഓരോ തവണ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ക്യാൻഡിൽസ് നോക്കിയാൽ കാണാം സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇത്തവണ സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പോ ഇതിന്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ, മാർക്കറ്റ് ഇതിന്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട്
ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ അതിനെ മാർക്ക് ചെയ്തിടാം 50 മിനിറ്റ്സിന്റെ. നേരത്തെ പറഞ്ഞ ഈ ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞത്, അത് ഇപ്പോ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സപ്പോർട്ടായിരിക്കും, സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിരിക്കും. നോക്കിയാൽ കാണാം പലതവണ ഈ ഒരു ഏരിയനെ വന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ തവണയും ബ്രേക്ക് ആവാനുള്ള സാധ്യത കാണുന്നത് പലതവണ വന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊന്ന് മുകളിലോട്ട് കയറി കഴിഞ്ഞ് ഇംബാലൻസിന്റെ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടേക്ക് പോയി കഴിഞ്ഞതിന് ഒരുപക്ഷെ ഒരു ടെസ്റ്റ് വരും. അങ്ങനെ ഒരു ടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബൈ എൻട്രി എടുക്കാം. ബൈ എൻട്രി എടുക്കുന്ന സമയത്ത് ഈ ഏരിയ നോക്കണം, നമുക്ക് ക്യാൻഡിൽസ് നോക്കണം, എന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. നല്ലൊരു അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം 2500 തന്നെ വെക്കാം. അത് പക്ഷെ ഇന്ന് എത്തുമോ എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. ഏകദേശം 500 പിപ്പാണ്, നല്ല ഫ്രൈഡേ ആണ്, എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും നോക്കാം. അതിന്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഇനി ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി വെച്ച് നോക്കാം. ഒരു കൺസോളേഷൻ ഏരിയ ആണെങ്കിൽ പോലും ചെറിയ ടൈം ഫ്രെയിമിൽ ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി കൃത്യമായിട്ട് സ്ട്രക്ചറും മറ്റുള്ളതൊക്കെ പിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ എൻട്രി കിട്ടും. എൻട്രി കിട്ടി കഴിഞ്ഞാൽ മോശമില്ലാത്ത പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. എന്തായാലും അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയാണ്. എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.